ലൈവിലിപ്പോൾ നടക്കുന്ന വൻ കോമഡിയാണ്. ഭയങ്കര രസമുള്ള പ്രോഗ്രാമാണ്. ഡാൻസ് മാരത്തോൺ എന്നാണ് അതിൻ്റെ പേര്. നേരത്തെ ഉള്ള എല്ലാ സീസണിലും ഉള്ളതാണ്. പാട്ട് കേൾക്കുമ്പം വന്ന് അവരോരോ പാട്ട് കേൾക്കുമ്പോൾ വന്ന് ഡാൻസ് കളിക്കണം. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനുമോടെയും ഷാനവാസിൻ്റെയാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോളും ഷാനവാസും ശരിക്കും ആ കഥാപാത്രത്തെ അതേപോലെ ചെയ്യുന്നുണ്ട്. അവർക്ക് നന്നായിട്ട് അറിയാം. അവർ നല്ലതായിട്ട് വഴങ്ങുന്നുണ്ട്. ആ പാട്ടൊക്കെ പാട്ട് പാടുന്നതായാലും അവർ അല്ലാതെ തന്നെ ആക്ടിവിറ്റി ചെയ്യുന്നതൊക്കെ നന്നായിട്ട്. അനുമോളാണെങ്കിൽ ശരിക്കും രേവതിയായിട്ട് തന്നെ അങ്ങ് അഭിനയിക്കുകയാണ്. അതേപോലെയാണ് ലക്ഷ്മി നല്ല രസമുണ്ട് ലക്ഷ്മിയുടെ ചിരിയൊക്കെ കാണാൻ. കസ്തൂരിയായിട്ടാണ് ലക്ഷ്മി. നന്നായിട്ടുണ്ട് ലക്ഷ്മി ഒരുങ്ങിയിട്ടും ലക്ഷ്മിയുടെ ചിരിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനൊക്കെ അതുപോലെ സാബുമോൻ ഭൂതമായിട്ടാണ്. അക്ബർ മിന്നൽ മുരളിയിലെ ഒരു പാട്ട്. മായാമോഹിനിയായിട്ട് ആര്യൻ അടിപൊളി ഒരുങ്ങിയിട്ട് തന്നെ എന്ത് രസമാണ് കാണാൻ. ആര്യൻ്റെ ആ ബോഡി ഷേപ്പും എല്ലാം നല്ലതായിട്ടുണ്ട്. ആര്യൻ ആ ദിലീപ് എടുത്ത ഒരു വേഷം ഉണ്ടല്ലോ മായാമോഹിനിയിൽ, അതാ ദിലീപ് ഏട്ടൻ്റെ വേഷം. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ആര്യനെ ഇഷ്ടപ്പെട്ട്, ഷാനവാസിനെ ഇഷ്ടപ്പെട്ട്, അനുമോളെ ഇഷ്ടപ്പെട്ട്, നൂറെ ഇഷ്ടപ്പെട്ട്. നൂറ കാർത്തുമ്പിയായിട്ട് ഒരുങ്ങിയിട്ട് കൊള്ളാം. അല്ലാതെ നൂറ് അത്ര അങ്ങനെ അങ്ങോട്ട് അഭിനയിക്കുന്നൊന്നുമില്ല. കൊള്ളാം, കുറച്ച് ഡയലോഗൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത്ര അങ്ങോട്ട് ഒന്നും വന്നിട്ടില്ല. ഒരുങ്ങിയത് കൊള്ളാം. പിന്നെ ആദില വന്നിട്ട് പാർത്ഥസാരഥിയായിട്ട് അങ്ങനെ. പിന്നെ നിവിൻ പിന്നെ മാലിന്യയുടെ തീര, ലാലേട്ടൻ്റെ ഒരു പടത്തിൽ ഡാൻസ്, നായിക ഡാൻസ് കളിക്കുന്ന മാലിന്യയുടെ തീരത്തെ ആ പാട്ട് പാടി. എനിക്ക് ലാലേട്ടനും കളിക്കുന്നുണ്ട്. അത് ആ ഒരു സോങ്ങാണ് നിവിൻ ഇട്ടേക്കുന്നത്. നല്ല രസമുണ്ട് നിവിൻ്റെത്. എനിക്കതും ഇഷ്ടപ്പെടുന്നുണ്ട്. അനീഷ് ജോക്കറായിട്ടാണ്. പിന്നെ ഉദിച്ച ചന്ദ്രൻ്റെ ആ പാട്ടിനകത്താണ് ബിന്നി. അത് ബിന്നിയുടെ വന്ന് മീശയൊക്കെ വെച്ചിട്ട് ഒരു വേഷമാണ്. ബിന്നി അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല, എന്നാലും കൊള്ളാം. മീശയൊക്കെ വെച്ചേക്കുന്നുണ്ട്, എനിക്കത്ര പിടിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുമോളുടെ ഷാനവാസിൻ്റെ ഒരു കോംബോ. അവർ ഭയങ്കരമായിട്ട് നല്ല എൻജോയ് ചെയ്ത് അവർ കളിക്കുന്നുണ്ട്. കുറേ കളിക്കുകയല്ല, അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട്. നല്ലൊരു ഇതുണ്ട്. ഷാനവാസിൻ്റെ അടുത്ത് ഈ ഡയലോഗുകളൊക്കെ പറയുന്നത്, എനിക്ക് പൊരിച്ച കോഴിയെ വേണമെന്നൊക്കെ പറഞ്ഞ്, പൊരിച്ച കോഴീൻ്റെ മണം വരുന്നതെന്നൊക്കെ പറയുന്ന ഡയലോഗുകൾ പറയുന്നത്. കിലുക്കത്തിലെ കുറേ ഡയലോഗുകൾ അനുമോൾ പറയുന്നുണ്ട്. അതാണ് കൂടുതൽ ഇത് കാണാൻ രസം. അവർ രണ്ടുപേരും കൂടെ പോകുമ്പോൾ പിന്നെ ഒരു കുടയായിട്ട് പോയി എല്ലാം ഇങ്ങനെ കുത്താൻ പോകുന്നതും അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവരെ ക്യാരക്ടറിൽ നിന്ന് അവർ വിട്ടും പോകുന്നുണ്ട്. പക്ഷേ അനുമോളും ഷാനവാസും കുറേയൊക്കെ അവർ നല്ല ക്യാരക്ടറിൽ തന്നെ നിൽക്കുകയാണ്. എന്തായാലും അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.